إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلوات الله وسلامه عليه أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وأصدق السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സ്നേഹാദരണീയരായ ഈ മസ്ജിദിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ള മുസ്ലിമീങ്ങളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ തഖ്വ ചെയ്ത് അവനെ ഭയപ്പെട്ട് അവനിൽ വഴിപ്പെട്ട് ജീവിക്കണമെന്ന് സ്വന്തത്തോടേറെ ബാധ്യതയുള്ളതോടൊപ്പം നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, കഴിഞ്ഞ ഖുതുബയിൽ അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു മുസ്ലിം നിർബന്ധമായും പാലിച്ചിരിക്കേണ്ടുന്ന കടമകളെപ്പറ്റി, ബാധ്യതകളെപ്പറ്റി നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി. ഒന്നാമതായി, അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ സമ്പൂർണമായി സംശയലേശമന്യേ വിശ്വസിക്കുകയും അവിടുന്ന് അല്ലാഹു നിയോഗിച്ച നബിയാണ്, റസൂലാണ് എന്ന് ദൃഢമായി ഈമാൻ കൈക്കൊള്ളുകയും അവിടുത്തെ ദൗത്യത്തിൽ ഷഹാദത്ത് കൈവരിക്കുകയും ചെയ്യുക, അവിടുത്തെ റിസാലത്തിൽ സാക്ഷ്യം വഹിക്കുക. രണ്ടാമതായി നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ അവിടുന്ന് അല്ലാഹു നിയോഗിച്ച റസൂലാണ്, നബിയാണ് എന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കുന്നുവെങ്കിൽ, മുഹമ്മദുൻ റസൂലുള്ളാഹി എന്ന ഷഹാദത്ത് കലിമയുടെ രണ്ടാം പാതി നമ്മൾ സത്യസന്ധമായി അംഗീകരിക്കുന്നുവെങ്കിൽ, സാക്ഷ്യപ്പെടുത്തുന്നുവെങ്കിൽ, അവിടുത്തെ മറ്റാരെക്കാളും സ്വന്തം ദേഹത്തെക്കാൾ നാം സ്നേഹിക്കാൻ കടപ്പെട്ടവരാണ്. അതോടൊപ്പം അവിടുത്തെ ആദരിക്കാൻ, അവിടുത്തെ ജീവിതചര്യയെ, സുന്നത്തിനെ ബഹുമാനിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ജീവനും ജീവിതവും ബലി കഴിപ്പിച്ച് സ്നേഹിച്ച മഹാന്മാരായ സ്വഹാബത്തിന്റെ ചരിത്രങ്ങളിൽ ചില ഏടുകൾ നമ്മൾ ഓർക്കുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തോടൊപ്പം ജീവിക്കാൻ, അദ്ദേഹത്തിനെ നേർക്കുനേരെ കാണാൻ, അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ജന്മം കൊള്ളാൻ നമുക്ക് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ജീവിച്ചു പിൽക്കാലത്ത് മരിച്ച, അവിടുത്തെ നേർക്കുനേരെ കണ്ട മഹാന്മാരായ സ്വഹാബത്തിന്റെ സ്നേഹപ്രകടനം നമ്മുടെ ജീവിതത്തിൽ സ്വപ്നം കാണാൻ പോലും ഒരുപക്ഷെ നമുക്ക് സാധിച്ചു കൊള്ളണമെന്നില്ല. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം ഖിയാമത്ത് നാൾ വരെ വരാനിരിക്കുന്ന, അവിടുത്തെ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത, അവിടുത്തെ ഈമാൻ അത് ഹൃദയത്തിൽ കാത്തു സൂക്ഷിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലുള്ള ഷഹാദത്ത് അത് ഹൃദയത്തിൽ കൊത്തിവെച്ചിട്ടുള്ള, ഞാൻ വീണ്ടും ആവർത്തിക്കട്ടെ, ഒരിക്കൽ പോലും ആ നബിയെ കണ്ടിട്ടില്ലാത്ത നാം അടങ്ങുന്ന മുസ്ലിമീങ്ങൾക്ക്, മുഅ്മിനീങ്ങൾക്ക് ആശ്വസിക്കാൻ വകയുള്ള റസൂലുള്ളാഹി
സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസുണ്ട്, ഒരു വചനമുണ്ട്. സ്വഹീഹ് മുസ്ലിമിൽ നമുക്ക് അതിങ്ങനെ വായിക്കാം. അവിടുന്ന് പറഞ്ഞു, ഇന്ന മിൻ അശദ്ദിന്നാസി ഹുബ്ബൻ ലീ ഖൗമുൻ മാ റഔനി യഅതൂന മിൻ ബഅദി വദ്ദു ലൗ റഔനി ബിഅഹ്ലിഹിം വമാലിഹിം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മനുഷ്യരുടെ കൂട്ടത്തിൽ, ജനങ്ങളിൽ എന്നോട് ശക്തമായ ഉത്കടമായ സ്നേഹമുള്ള ചിലരുണ്ട്. അവരൊരു വിഭാഗമാണ്, അവരൊരു സമൂഹമാണ്. മാ റഔനി, എന്നെ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്തവർ, എനിക്ക് ശേഷം ജന്മം കൊണ്ടവർ, എന്റെ മരണശേഷം ജീവിക്കാനിരിക്കുന്നവർ. യഅതൂന മിൻ ബഅദി, അവർ എനിക്ക് ശേഷം വരുന്നു, ജീവിക്കുന്നു. വദ്ദു ലൗ റഔനി ബിഅഹ്ലിഹിം വമാലിഹിം, എന്നെ ഒരു നോക്ക് കാണാൻ അവർ ആഗ്രഹിക്കുന്നു. അവരുടെ സമ്പത്തും അവരുടെ കുടുംബവും മുഴുവൻ ബലി കഴിപ്പിച്ചിട്ടാണെങ്കിലും, തന്റെ കുടുംബവും സമ്പത്തും സമ്പാദ്യങ്ങളും ദുനിയാവിൽ നേടിയതെല്ലാം പകരം വിലയായി നൽകാൻ സാധിക്കുമെങ്കിൽ അത് നൽകിയിട്ടാണെങ്കിലും ഒരു നോക്ക് എന്നെ കാണാൻ ആഗ്രഹിക്കുന്നവർ, അവരാണ് എന്നോട് ശക്തമായ സ്നേഹം ഹൃദയത്തിൽ കൊരുത്തു വെച്ചവർ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെയുള്ളവരാകാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? സാധിക്കാറുണ്ടോ? സാധിക്കുമോ? അവിടെയാണ് നമ്മുടെ വിജയം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ദുനിയാവിൽ നേടിയതെന്തും ബലി കഴിപ്പിച്ചിട്ടാണെങ്കിലും ഒരു നോക്ക് അവിടുത്തെ കാണാൻ എനിക്ക് സാധിച്ചിരുന്നുവെങ്കിലെന്ന് ആത്മാർത്ഥമായി സത്യസന്ധമായി ഹൃദയത്തിൽ നിങ്ങളോട് ഓർക്കാൻ സാധിക്കുന്ന അതീവമായ സ്നേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നമുക്കുണ്ടാകണം. എങ്കിൽ സ്വഹാബത്തിന്റെ സ്നേഹത്തോളം ഒരു പക്ഷേ അത് കനം തൂങ്ങാൻ സാധ്യതയുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നാം ആദരിക്കണം, അവിടുത്തെ നാം ബഹുമാനിക്കണം. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ജീവിച്ചിരിക്കുമ്പോൾ സ്വഹാബത്തിന് കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ, അവിടുത്തോടുള്ള ബഹുമാനത്തിന്റെയും ആദരവിന്റെയും സൂചകമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ ആയത്തുകൾ ഇറക്കി അവരെ പഠിപ്പിച്ചു. അക്കൂട്ടത്തിൽ സൂറത്തുൽ ഹുജറാത്തിലെ പ്രാരംഭ ആയത്തുകളിൽ നമുക്ക് വായിക്കാം, അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വഹാബത്തിനോട് പറയുന്നു, ലാ തർഫഉ അസ്വാതകും ഫൗക സൗത്തിൻ നബി, നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ ശബ്ദത്തേക്കാൾ ശബ്ദമുയർത്തി സംസാരിക്കരുത്. അവിടുത്തെ സാന്നിധ്യത്തിൽ സ്വഹാബത്ത് എന്താണ് അവിടുത്തോട് സംസാരിക്കുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ബഹുമാനം കാരണം അവിടുത്തെ മുഖത്തേക്ക് തുറിച്ചു നോക്കാൻ പോലും പ്രയാസപ്പെടുന്ന സ്വഹാബത്ത് എന്തായിരിക്കും അവിടുത്തെ സാന്നിധ്യത്തിൽ സംസാരിക്കുക? ദീനല്ലാതെ, വഹയിന്റെ അധ്യാപനങ്ങളല്ലാതെ, ഖുർആനും സുന്നത്തുമല്ലാതെ. അപ്പോൾ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശബ്ദത്തേക്കാൾ അറിയാതെ നിങ്ങളുടെ ശബ്ദം ഉയർന്നു പോകരുത്. വലാ തജ്ഹറൂ ലഹു ബിൽ ഖൗലി കജഹ്രി ബഅദികും ലിബഅദിൻ, നിങ്ങൾ പരസ്പരം അന്യോന്യം നിങ്ങൾക്കിടയിൽ ഒച്ചയിട്ട് സംസാരിക്കുന്നത് പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ നിങ്ങൾ സംസാരിക്കരുത്. ചില്ലറ കാര്യമാണോ അത്? അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ ഗൗരവം ഓർമ്മപ്പെടുത്തുന്നു. ഞാൻ വീണ്ടും ആവർത്തിക്കട്ടെ, അനാവശ്യ കാര്യങ്ങൾ സംസാരിക്കുന്നതിനെ പറ്റിയല്ല, ദുനിയാവിന്റെ വർത്തമാനങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ വെച്ച് സംസാരിക്കുന്നതല്ല. കരണീയമായ, അനുവദിക്കപ്പെട്ട അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ദീനിന്റെ മസലകൾ, അവിടുത്തെ അധ്യാപനങ്ങളിലെ സംശയങ്ങൾ, അത് പരസ്പരം ചർച്ച ചെയ്യുമ്പോൾ പോലും അവിടുത്തെ ശബ്ദത്തോട് ഉയർന്ന രൂപത്തിൽ തങ്ങളുടെ ശബ്ദം ഉയർത്തരുത് എന്ന് സ്വഹാബത്തിനെ ഉണർത്തിക്കൊണ്ട് അല്ലാഹു പറയുന്നു, അൻ തഹ്ബത അഅമാലുകും വഅൻതും ലാ തശ്ഉറൂൻ, നിങ്ങൾ അറിയാതെ നിങ്ങളുടെ നന്മകൾ നിഷ്ഫലമാകാൻ അത് കാരണമാകും. അതുകൊണ്ട് ചെയ്തേക്കരുത്. ന്യായമാണെങ്കിൽ പോലും, ആവശ്യമായ സംസാരമാണെങ്കിൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാന്നിധ്യത്തിൽ അവിടുത്തെ ശബ്ദത്തേക്കാൾ നിങ്ങളുടെ ശബ്ദം ഉയർന്നു പോകുന്നത് നിങ്ങളുടെ പ്രവർത്തനങ്ങൾ, നന്മകളകിലവും നിഷ്ഫലമാകാൻ, നിങ്ങൾ അറിയാതെ അതില്ലാതായി തീരാൻ കാരണമാകുമെന്ന് സ്വഹാബത്തിന് അഭിസംബോധന ചെയ്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുന്നു. സഹോദരങ്ങളെ, ഈ ആയത്ത് നിങ്ങൾ കുറിച്ചു വെക്കുക. ഇതിന്റെ ഗൗരവമായ മറ്റൊരു പാഠത്തിലേക്ക് ഞാൻ ശേഷം വരുന്നുണ്ട്. സൂറത്തുൽ ഹുജറാത്തിലെ 2-ാമത്തെ ആയത്താണിത്. നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുമ്പോൾ അവിടുത്തെ സാന്നിധ്യത്തിൽ സ്വഹാബത്തിനോട് അവിടുത്തെ ശബ്ദത്തേക്കാൾ ശബ്ദമുയർത്തരുത്. പരസ്പരം അവർ സംസാരിക്കുന്നത് പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുൻപിൽ അവർ സംസാരിക്കരുത്. അവരുടെ കർമ്മങ്ങൾ നിഷ്ഫലമാകാൻ, അവരുടെ ഈമാൻ ദുർബലമാകാൻ, അവർ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാൻ അത് കാരണമാകുമെന്ന് അല്ലാഹു പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണശേഷം
പണ്ഡിതന്മാർ പറയുന്നു, ഈ ആയത്തിനെ വിശദീകരിക്കവേ അവിടുത്തെ മസ്ജിദിൽ, മദീനയിലെ മസ്ജിദുൻ നബവിയിൽ ഇന്നും ഹജ്ജിനും ഉംറക്കും വേണ്ടി, തീർത്ഥാടനത്തിനു വേണ്ടി അവിടെ പോകുന്ന പരശതം മുസ്ലിമീങ്ങൾ, മുഅ്മിനീങ്ങൾ മസ്ജിദുൻ നബവി സന്ദർശിക്കാറുണ്ട്. മസ്ജിദുൻ നബവി സന്ദർശിക്കാൻ നമുക്ക് തൗഫീഖ് ലഭിച്ചാൽ, ആ മസ്ജിദുൻ നബവിയിൽ, അല്ലാഹുവിന്റെ റസൂലിന്റെ മസ്ജിദിൽ അവിടെ നിന്ന് ജീവിച്ചിരിപ്പില്ല, അവിടെ നിന്ന് സാന്നിധ്യത്തിലില്ല, ആ സന്ദർഭത്തിൽ പോലും അല്ലാഹുവിന്റെ റസൂലിന്റെ മസ്ജിദുൻ നബവിയിൽ നമ്മൾ ശബ്ദമുയർത്തരുത്. അനാവശ്യമായി ദുനിയാവിന്റെ സംസാരങ്ങളരുത്. എന്തെങ്കിലും നമ്മൾ ശബ്ദമുയർത്തി സംസാരിക്കുന്നുവെങ്കിൽ നന്മയല്ലാതെ, സലാം പറച്ചിലല്ലാതെ, ഖുർആനിന്റെ പാരായണമല്ലാതെ, ദിക്റുകളല്ലാതെ, ദുആകളല്ലാതെ, അവിടെ കാണാം നിങ്ങൾക്ക് തൂണുകളാകുന്ന തൂണുകളിൽ ഹൽക്കകൾ ഉണ്ടാക്കി അള്ളാഹുവിന്റെ ദീൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബാക്കി വെച്ച ദീനിന്റെ അനന്തര സ്വത്ത് പകർന്നു കൊടുക്കുന്ന പണ്ഡിത ശ്രേഷ്ഠരെ നിങ്ങൾ കാണാം. ആ ദീനിന്റെ വിജ്ഞാനം പകർന്നു കൊടുക്കുമ്പോഴല്ലാതെ അള്ളാഹുവിന്റെ റസൂലിന്റെ മസ്ജിദിൽ അവിടുത്തെ മരണശേഷം ശബ്ദമുയർത്തരുത് എന്ന് പണ്ഡിതന്മാർ പറയുന്നു. അവിടുത്തോടുള്ള ആദരവാണിത്. തീർന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മറ്റു മനുഷ്യരെ വിളിക്കുന്നത് പോലെ, അഭിസംബോധന ചെയ്യുന്നത് പോലെ വിളിക്കരുത് എന്ന് സ്വഹാബത്തിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണർത്തി. യാ നബി അല്ലാഹ്, യാ റസൂൽ അല്ലാഹ് എന്ന് വിളിക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തി. അവിടുത്തെ പേര് പരാമർശിക്കുമ്പോൾ, അവിടുത്തെ ജീവിതകാലത്തിന് ശേഷം അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് പരാമർശിക്കുമ്പോൾ ഏതെങ്കിലും ഒരു സാധാരണക്കാരനെ പോലെ, അതല്ലെങ്കിൽ ദുനിയാവിൽ നമുക്കിടയിൽ സ്ഥാനം പിടിച്ച, നമ്മൾ ആകർഷിക്കപ്പെട്ട ഏതെങ്കിലും മഹത് വ്യക്തിത്വങ്ങളെ പോലെ പരാമർശിക്കപ്പെടേണ്ടവനല്ല അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ പേര് പരാമർശിക്കപ്പെടുമ്പോൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് സ്വലാത്തും സലാമും അവിടുത്തേക്ക് ദുആയി അർപ്പിക്കാൻ നമുക്ക് സാധിക്കണം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേട്ടിട്ടും സ്വലാത്ത് ചെയ്യാൻ പിശുക്ക് കാണിക്കുന്നവർ, അവരാണ് ഏറ്റവും കടുത്ത പിശുക്കറെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ നമ്മെ ഓർമ്മപ്പെടുത്തിയിരിക്കുന്നു. അവിടുത്തെ പേര് പരാമർശിക്കുമ്പോൾ ബഹുമാനത്തിന്റെയും ആദരവിന്റെയും വിശേഷങ്ങളോടെ, സ്വലാത്തിന്റെയും സലാമിന്റെയും അകമ്പടിയോടെ പേര് പരാമർശിക്കപ്പെടാൻ കടപ്പെട്ടവനാണ് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വിശേഷ്യ വെള്ളിയാഴ്ച ദിവസം, ജുമുഅ ദിവസം സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ അവിടുത്തെ സ്വലാത്തും സലാമും അവിടുത്തെ പേര് നമ്മൾ അധികരിപ്പിക്കുക, അങ്ങനെ അവിടുത്തെ പേര് പരാമർശിക്കുക. മഹാനായ ഉർവത്ത് ഇബ്നു മസ്ഊദ് അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ് പേർഷ്യയിലേക്കും റോമയിലേക്കും കിസ്ര, കൈസർ ചക്രവർത്തിമാരുടെ ഇടയിലേക്ക്, അങ്ങ് അബ്സീനിയയിലെ നജാഷിയുടെ അടുക്കലേക്ക് നിവേദക സംഘത്തിലെ ദൂതനായി അദ്ദേഹം യാത്ര ചെയ്യാറുണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും ഹുദൈബിയ സന്ധിയിൽ സംബന്ധിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്വഹാബത്തിന്റെ സമീപനവും പെരുമാറ്റവും മര്യാദയും സൂക്ഷ്മമായി ഉർവത്ത് ഇബ്നു മസ്ഊദ്, അന്ന് അദ്ദേഹം അവിശ്വാസിയായിരുന്നു, വീക്ഷിക്കുകയുണ്ടായി. ശേഷം സാക്ഷാൽ മക്കയിലെ മുശ്രിക്കുകളുടെ അടുക്കലേക്ക്, ഖുറൈശി പ്രമാണിമാരുടെ അടുക്കലേക്ക് തിരിച്ചെത്തിയപ്പോൾ ഉർവത്ത് ഇബ്നു മസ്ഊദ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അവിടുത്തെ അനുയായികളെയും വർണ്ണിക്കുന്നൊരു വർണ്ണയുണ്ട്. സുബ്ഹാനല്ലാഹ്. ഉർവത്ത് ഇബ്നു മസ്ഊദ് ഖുറൈശികളോട് പറയുകയാണ്, ഇന്നഹും കാനൂ ഇദാ തനഖമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നുഖാമതൻ ലം തക അലൽ അർളി ഇന്നമാ തക ഫീ കഫി അഹദിഹിം ഫയദ്റുകു ബിഹാ വജ്ഹഹു വമസ്തതാഅ മിൻ ജസദി. അതെ, മുഹമ്മദ് എന്ന് തുപ്പിയാൽ, മുഹമ്മദ് എന്ന് തുപ്പുനീര് പുറത്തേക്ക് ഉപേക്ഷിച്ചാൽ അതൊരിക്കലും ഭൂമിയെ സ്പർശിക്കില്ലായിരുന്നു. മുഹമ്മദിന്റെ അനുയായികൾ അവരുടെ കൈകളിൽ അത് പകർന്നെടുക്കുമായിരുന്നു. അവരുടെ ശരീരത്തിൽ കൈയെത്താവുന്നിടത്ത ഭാഗത്തെല്ലാം അതിന്റെ ബറക്കത്ത് തേടി അവർ മുഹമ്മദിന്റെ തുപ്പുനീരിൽ നിന്ന് ബറക്കത്തെടുക്കുമായിരുന്നു. സ്വഹീഹായ ഹദീസുകൾ സ്ഥിരപ്പെട്ടതാണ്. ശർഈയായ തബറുക്കാണിത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആധാറുകൾ കൊണ്ട് ബറക്കത്തെടുക്കാമെന്നതിന് തെളിവ് അവിടുത്തെ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ സ്വഹാബത്ത് ചെയ്തതിനുള്ള മഹത്തായ തെളിവാണത്. അവിടുത്തെ തുപ്പുനീർ സ്വഹാബത്ത് കയ്യിലേന്തി അവരുടെ ശരീരത്തിൽ അത് പകർന്നെടുക്കുമായിരുന്നു. ഉർവത്ത് ഇബ്നു മസ്ഊദ് കാഫിറായിരുന്ന സമയത്ത് പറയുകയാണ്, വകാനൂ ലാ യുഹിദ്ദൂന അൻ-നദ്റ ഇലൈ, അവരൊരിക്കലും മുഹമ്മദിന്റെ മുഖത്തേക്ക് തീവ്രമായി തുറിച്ചു നോക്കുന്നത് ഞാൻ കണ്ടില്ല. വകാന ഇദാ അമറഹും അംറൻ ബാദിറു ഇലൈ, മുഹമ്മദ് ഒരു കൽപ്പനയെങ്ങാനും അവരോട് കൽപ്പിച്ചാൽ അവരതാ തിരക്കിട്ട് വ്യഗ്രതപ്പെട്ട് നിസ്സങ്കോചം
അത് പ്രാവർത്തികമാക്കുകയായി, കീഴടങ്ങുകയായി. എന്നിട്ട് അദ്ദേഹം പറയുന്നു, വഇന്നി വഫത്തു അലൽ മുലൂകി വവഫത്തു അലാ കിസ്റ വകൈസർ വന്നജാശി. ഞാനതാ പേർഷ്യയിലെയും റോമയിലെയും കിസ്റയുടെയും കൈസറിന്റെയും അടുക്കൽ, അങ്ങ് എത്യോപ്യയിലെ നജാശിയുടെ അടുക്കൽ നിവേദക പരമ്പരയിലെ ദൂതനായി യാത്ര ചെയ്തെത്തിയിട്ടുണ്ട്. فما وجدت أحدا يعظم أحدا تعظيم أصحاب محمد മുഹമ്മദിന്റെ അനുയായികൾ മുഹമ്മദിനെ ബഹുമാനിക്കുവോളം ആദരിക്കുവോളം ഒരു രാജാക്കന്മാരുടെയും ഒരു ചക്രവർത്തിമാരുടെയും സന്നിധിയിൽ അവരുടെ ഭരണീയർ, അവരുടെ പരിവാരങ്ങൾ അവർ ആദരിക്കുന്നതായി, ബഹുമാനിക്കുന്നതായി എനിക്ക് കാണാൻ സാധിച്ചിട്ടില്ല എന്ന് ഉർവത്ത് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ് സാക്ഷ്യപ്പെടുത്തുന്നു. ഇങ്ങനെയായിരുന്നു സ്വഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആദരിച്ചിരുന്നത്, ബഹുമാനിച്ചിരുന്നത്. സഹോദരങ്ങളെ, എന്നാൽ ഇന്ന് നോക്കൂ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ പുഴുക്കുത്തുകൾ ചെയ്യുന്ന മുസ്ലിം നാമധാരികൾ, അവിടുത്തെ സുന്നത്തിനെ പ്രാകൃതമെന്നും അപരിഷ്കൃതമെന്നും കാലഘട്ടത്തിന് യോജിക്കാത്തതെന്നും അതങ്ങ് 1400 വർഷങ്ങൾക്ക് മുമ്പ് അറേബ്യയിൽ മാത്രം പ്രസക്തമാണ് എന്ന് പറഞ്ഞ് അതിനെ തള്ളിക്കളയുന്ന മുസ്ലിം ഉമ്മത്തിലെ ആധുനികർ, യാ സുബ്ഹാനല്ലാഹ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ ആധികാരികമായി സ്ഥിരപ്പെട്ടതിനെ സ്വന്തം ബുദ്ധി കൊണ്ടും യുക്തി കൊണ്ടും വളർന്ന് തോട്ടിലെറിയണമെന്ന് പറയുന്ന ബുദ്ധിജീവികൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പമ്പരവിട്ടികൾ ഇസ്ലാമിന്റെ പേരിൽ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് കേൾക്കണം, നിങ്ങൾ കുറിച്ചു വെക്കണം. നിങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച്, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ കുറിച്ച്, അവിടുത്തെ ജീവിതത്തിൽ സ്ഥിരപ്പെട്ട ഏതെങ്കിലും ഒരു കാര്യത്തെപ്പറ്റി, ഏതെങ്കിലും ഒരു ഹദീസിനെ കുറിച്ച് സംശയത്തിന്റെ പുഴുക്കുത്തെങ്കിലും സംശയത്തിന്റെ ലാഞ്ചനയെങ്കിലും മുസ്ലിമേ, മുഅ്മിനേ, നിന്റെ ഹൃദയത്തിലുണ്ടെങ്കിൽ നിന്റെ സ്ഥാനം ഇസ്ലാമിന്റെ പടിക്ക് പുറത്താണ്. നിന്നെ മുഅ്മിനെന്നോ മുസ്ലിമെന്നോ പിന്നെ വിശേഷിപ്പിക്കാൻ അർഹതയില്ല. നിന്റെ സ്ഥാനം ഇസ്ലാമിന്റെ പടിക്ക് പുറത്താണ്. കാരണം അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന ഷഹാദത്തിനെ നീ തച്ചു തകർത്തിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് നിനക്കത് പാലിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിലും, നിന്റെ ജീവിതത്തിൽ ചേർത്ത് വെക്കാൻ സാധിച്ചിട്ടില്ലെങ്കിലും, അവിടുത്തെ സമ്പൂർണ്ണമായി നിന്റെ ജീവിതത്തിൽ ഒപ്പിയെടുക്കാൻ നിനക്ക് സാധിച്ചിട്ടില്ലെങ്കിലും, അതിനെ നിന്റെ കഴിവുകേടായി മനസ്സിലാക്കി അത് ചെയ്യുന്നവർ ആക്ഷേപിക്കാതിരിക്കാൻ, പരിഹസിക്കാതിരിക്കാൻ, മറ്റൊരു കണ്ണിൽ അവരെ കാണാതിരിക്കാൻ, അത് പ്രാകൃതമായി നിന്റെ മനസ്സിൽ സ്ഥാനം പിടിക്കാതിരിക്കാൻ നീ ശ്രദ്ധിച്ചോളൂ. നിന്റെ ഈമാനിനെ നീ പുതുജീവൻ പകർന്നോളൂ. ഇസ്ലാമിന്റെ പടിക്ക് പുറത്തു പോകുന്ന കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തു രക്ഷിക്കുമാറാകട്ടെ. നോക്കൂ നിങ്ങൾ സഹോദരങ്ങളെ, അല്പകാലം മുമ്പ് മുസ്ലിം ഉമ്മത്തിലെ ചെറുപ്പക്കാരോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു പുരുഷന്റെ ഗാംഭീര്യം, ഒരു പുരുഷന്റെ പൗരുഷം പ്രത്യക്ഷമായി അറിയിക്കുന്ന താടി ഒന്ന് വെക്കാൻ പറഞ്ഞാൽ എന്തൊരു അലർജിയായിരുന്നു. താടിയില്ലാത്തവരെ വിമർശിക്കാൻ വേണ്ടിയല്ല ഞാൻ ഈ പറയുന്നത്, താത്വികമായി നിങ്ങൾ ഇതിനെ വിലയിരുത്തുക. എന്തൊരു അലർജിയായിരുന്നു. അത് ചൊറിച്ചിലുണ്ടാകും, അലർജി ഉണ്ടാകും, എന്തെല്ലാം ദുർന്യായങ്ങളായിരുന്നു. പിന്നീട് ഒരു കാലത്ത് ഏതോ ഒരു സെലിബ്രിറ്റി, ഏതോ ഒരു സിനിമാ താരം, അതല്ല ഇപ്പോഴുള്ള കായിക താരങ്ങൾ, ലോകത്തറിയപ്പെടുന്ന വൃത്തികേടുകളിൽ പ്രസിദ്ധരായ കുപ്രസിദ്ധരായ സകലരും ഇങ്ങനെ താടി വെക്കാൻ തുടങ്ങിയപ്പോ ആർക്കും താടി വെക്കാൻ മടിയില്ല, ആർക്കും താടി വെക്കാൻ മടിയില്ല. എന്നിട്ടും താടി വെക്കുന്നവരെ താടിയുടെ കോലം എന്താണ്? താടിയിൽ വരണ്ടുന്നു, ചുരണ്ടുന്നു, താടി മിനുക്കുന്നു. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നീ സത്യസന്ധമായി സ്നേഹിക്കുന്നുവെങ്കിൽ, ഒരിക്കലെങ്കിലും അവിടുത്തെ കാണാൻ നീ അതിയായി ആഗ്രഹിക്കുന്നുവെങ്കിൽ, അള്ളാഹിന്റെ റസൂൽ താടി വെച്ചതുപോലെ താടി വെക്കാൻ നിനക്ക് സാധിക്കില്ല മുസ്ലിമേ. ആര് വെച്ചില്ലെങ്കിലും ആര് വെക്കാതിരുന്നാലും എന്താണ് നിനക്ക് അതുകൊണ്ടൊരു നഷ്ടമുള്ളത്? അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ താടി കൊണ്ട് കളിയാക്കുന്നവർ, വ്യംഗ്യമായി താടിയെ കളിയാക്കുന്നവർ, നെരിയാണക്ക് മുകളിൽ വസ്ത്രമെടുക്കുന്നവരെ കളിയാക്കുന്നവർ, ഇതാ ഇവിടെ ദീൻ പഠിക്കാൻ വരുന്ന കുട്ടികളെ ഇറക്കമുള്ള ശരീരത്തിന്റെ ആകൃതിയും ഷേപ്പും വടിവുമൊന്നും ഒഴിവാകാത്ത ലൂസുള്ള വസ്ത്രം ധരിക്കുന്നതിന്റെ പേരിൽ കളിയാക്കുന്നു എന്ന് പറയപ്പെടുന്നു. അല്ലാഹു ആലം, അറിവില്ലാതെയായിരിക്കും മാക്സി ഇട്ടവർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്താണോ? ആരെയാണ് നിങ്ങൾ ഈ കളിയാക്കുന്നത്? ഞാൻ ആരെയും പ്രത്യേകം ഉദ്ദേശിച്ച് ആക്ഷേപിക്കാൻ പറഞ്ഞതല്ല. ഇങ്ങനെ ഗൗരവം അറിയാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾ കുഴിച്ചു മൂടപ്പെട്ടപ്പോൾ നമ്മുടെ നാവിലൂടെ തുളുമ്പുന്ന ആക്ഷേപസ്വരങ്ങൾ ചെന്നു പതിക്കുന്നത് ആരിലേക്കാണ്? ചിന്തിച്ചിട്ടുണ്ടോ?
അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, പഠിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലാണ് ഉത്തമ മാതൃക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളോട് ഉദ്ഘോഷിച്ചിരിക്കുന്നു. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. നിങ്ങൾക്ക് അല്ലാഹുവിന്റെ റസൂലിലാണ് ഉത്തമ മാതൃകയുള്ളത്. നിങ്ങളുടെ നടത്തത്തിൽ, നിങ്ങളുടെ ഇരുത്തത്തിൽ, നിങ്ങളുടെ വേഷത്തിൽ, നിങ്ങളുടെ രൂപത്തിൽ, നിങ്ങളുടെ ഭാവത്തിൽ, നിങ്ങളുടെ ഹെയർ സ്റ്റൈൽ, നിങ്ങളുടെ താടിയിൽ, നിങ്ങളുടെ വസ്ത്രത്തിൽ, നിങ്ങളുടെ ഭക്ഷണ മര്യാദകളിൽ, നിങ്ങൾ ശൗചാലയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പോലും, നിങ്ങളുടെ ഇടയുമായിട്ടുള്ള രഹസ്യവേളയിൽ പോലും, നിങ്ങളുടെ കച്ചവടത്തിൽ, രാഷ്ട്രീയത്തിൽ, സാമൂഹിക ബന്ധത്തിൽ നമ്മൾ മനസ്സിലാക്കിയത് എന്താണ്? ദീനും അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്തും കേവല അനുഷ്ഠാന ആചാരങ്ങളിൽ മാത്രം. നിസ്കാരത്തിൽ വേണം, നോമ്പെടുക്കുമ്പോൾ വേണം, ഉംറയിലും ഹജ്ജിലും വേണം. അതിനപ്പുറത്ത് കല്യാണം കഴിക്കുമ്പോൾ നിക്കാഹിന് മൊല്ലാക്ക വന്നൊന്ന് കൈപിടിച്ചു കൊടുക്കാൻ, അത്രയുള്ള ദീൻ അവിടെയാണോ ദീൻ? അവിടെ പരിമിതപ്പെടുത്തേണ്ടുന്ന ദീനാണോ ഇസ്ലാമിന്റെ ദീൻ? ഏതു രംഗത്താണ് ഇസ്ലാമിൽ നമുക്ക് ഡയറക്ഷൻ ഇല്ലാത്തത്, അധ്യാപനമില്ലാത്തത്? ഏതു നന്മയാണ് അല്ലാഹുവിന്റെ റസൂൽ നമ്മെ അറിയിക്കാതെ പിരിഞ്ഞിട്ടുള്ളത്? ഏതു തിന്മയാണ്, അരുതായ്മയാണ് അല്ലാഹുവിന്റെ റസൂൽ നമ്മിൽ നിന്ന് വിലക്കാതെ പോയിട്ടുള്ളത്? പഠിക്കുക സഹോദരങ്ങളെ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ നെഞ്ചേറ്റുക. നോക്കൂ, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാന്നിധ്യത്തിൽ നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയാണെങ്കിലും അവിടുത്തെ ശബ്ദത്തെക്കാൾ ശബ്ദമുയർത്തരുത് എന്ന് സ്വഹാബത്തിനെ ഈമാൻ നഷ്ടപ്പെട്ടുമെന്ന് പറഞ്ഞ് ഗൗരവത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല താക്കീത് ചെയ്തെങ്കിൽ, അവിടുത്തെ മരണശേഷം അവിടുത്തെ സുന്നത്തിനെതിരെ ശബ്ദമുയർത്തുന്നവർ, അവിടുത്തെ സ്ഥിരപ്പെട്ട ഹദീസുകൾ അലർജിയായി തീരുന്നവർ, അവിടുന്ന് കാണിച്ചു തന്ന ഇസ്ലാമിക സംസ്കാരവും വേഷവിധാനവും വെറുക്കുന്നവർ, പാശ്ചാത്യരുടെയും അന്യ സമുദായങ്ങളുടെയും സംസ്കാരവും വേഷവിധാനവും നെഞ്ചേറ്റുന്നവർ, അവരുടെ പിന്നാലെ അവർ ഒരു ഉടുമ്പിന്റെ മാളത്തിലേക്ക് ഒളിഞ്ഞു കയറിയാൽ പോലും നിങ്ങൾ അതുപോലെ പ്രവേശിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീത് ചെയ്ത ചാണിനു ചാണായി മുഴത്തിനു മുഴമായി അന്യ സമുദായത്തെ പിൻപറ്റാൻ ഒരു സങ്കോചവുമില്ലാത്തവർ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, അവരെങ്ങനെ ഈ ആയത്തിനെ വിലയിരുത്തണം? അവരെങ്ങനെ ഇതിനെ പേടിക്കണം? സ്വഹാബത്തിനോട് ശബ്ദമുയർത്തിയാൽ ഈമാൻ നഷ്ടപ്പെടുമെന്ന് അല്ലാഹു പറഞ്ഞുവെങ്കിൽ ഇക്കൂട്ടരുടെ അവസ്ഥ എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ താക്കീത് നമ്മൾ ഓർക്കണം. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, അടുത്ത കാര്യം, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ അടിയുറച്ചു വിശ്വസിക്കുന്നുവെങ്കിൽ, അവിടുത്തെ സത്യസന്ധമായി നമ്മൾ സ്നേഹിക്കുന്നുവെങ്കിൽ, ആദരിക്കുന്നുവെങ്കിൽ, ബഹുമാനിക്കുന്നുവെങ്കിൽ, തീർച്ചയാണ് വല്ലാഹി സുമ്മ തല്ലാഹി വബില്ലാഹ്, അത് നിന്റെ ജീവിതത്തിൽ അല്ലാഹുവിന്റെ റസൂലിനെ അനുസരിക്കുന്നതിലൂടെ പ്രകടമായേ തീരും, സംഭവിച്ചിരിക്കും. അല്ലാഹുവിന്റെ റസൂലിനോടുള്ള നിന്റെ സ്നേഹം സത്യസന്ധമാണെങ്കിൽ, മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന് നെഞ്ചു തൊട്ട് നീ സാക്ഷ്യം വഹിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ച അല്ലാഹുവിന്റെ റസൂലിനെ നീ അനുസരിച്ചിരിക്കും. അല്ലാഹുവിന്റെ റസൂലിന്റെ കൽപ്പനകളെ വ്യഗ്രതയോടെ നീ നെഞ്ചേറ്റിയിരിക്കും. സാധ്യമാകും ഇൻഷാ അല്ലാഹ്. അതിരെ വകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുന്ന് പറഞ്ഞില്ലേ, യാ അയ്യുഹല്ലദീന ആമനൂ ഇസ്തജീബൂ ലില്ലാഹി വലിർറസൂൽ ഇദാ ദആകും ലിമാ യുഹ്യീകും. ഈമാനുള്ളവരെ, അല്ലാഹുവിലും റസൂലിലും പരലോകത്തിലും സ്വർഗ്ഗനരകങ്ങളിലും ഈമാനുള്ളവരെ, വിശ്വാസികളെ, ഇസ്തജീബൂ ലില്ലാഹി വലിർറസൂൽ, അല്ലാഹുവിലേക്കും റസൂലിലേക്കും നിങ്ങൾ ഉത്തരം ചെയ്യുക. ഇദാ ദആകും ലിമാ യുഹ്യീകും, നിങ്ങൾക്ക് ജീവൻ നൽകുന്ന കാര്യം, നിങ്ങൾക്ക് ജീവൻ നൽകുന്ന കാര്യം നിങ്ങൾക്ക് അറിയിക്കപ്പെട്ടാൽ, അതിലേക്ക് നിങ്ങൾ ക്ഷണിക്കപ്പെട്ടാൽ, അല്ലാഹു ഇതാ പറഞ്ഞിരിക്കുന്നു, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതാ മൊഴിഞ്ഞിരിക്കുന്നു എന്ന് നിങ്ങളോട് പറയപ്പെട്ടാൽ, അതിലേക്ക് നിങ്ങൾ ക്ഷണിക്കപ്പെട്ടാൽ, ഖുർആനിലേക്കും സുന്നത്തിലേക്കും നിങ്ങളെ വിളിച്ചാൽ, എന്താണ് ആ ഖുർആനും സുന്നത്തും? ലിമാ യുഹ്യീകും, നിങ്ങൾക്ക് ജീവൻ നൽകുന്ന കാര്യമാണ്. നിങ്ങൾ ഉത്തരം ചെയ്യുവിൻ. ഈ ആയത്തിനെ വിശദീകരിക്കവേ പണ്ഡിതന്മാർ പറഞ്ഞു, അല്ലാഹുവിലേക്കും റസൂലിലേക്കും ഖുർആനിലേക്കും സുന്നത്തിലേക്കും വിളിച്ചാൽ അതിന് ഉത്തരം ചെയ്യാത്തവർ, അവർക്ക് ജീവനില്ല, ജീവിതമില്ല. അവർ ജീവിക്കുന്നുണ്ടാവും, പക്ഷെ അവരുടെ ജീവിതം മൃഗീയമായിരിക്കും, അല്ലെങ്കിൽ നാൽക്കാലികളെക്കാൾ അതപ്പതിച്ചതിന് സമാനമായിരിക്കും, അല്ലെങ്കിൽ അവർ ജീവിക്കുന്ന ജീവശവങ്ങളായിരിക്കും. അതുകൊണ്ട് യഥാർത്ഥ ജീവിതത്തിന്റെ സൗന്ദര്യം ആസ്വദിക്കാൻ സാധിക്കണോ? നിലക്കാത്ത സൗഭാഗ്യത്തിന്റെ സോപാനങ്ങളിലേക്ക് കണ്ണുനട്ട് സ്വർഗത്തിൽ പ്രതീക്ഷ അർപ്പിച്ച് ദുനിയാവിലെ പ്രതിസന്ധികളുടെ തീച്ചൂളകളിൽ പൊന്നുരുക്കുന്നത് പോലെ അള്ളാഹു വാർത്തെടുക്കുന്ന സ്ഫുടം ചെയ്ത മുഅ്മിനീങ്ങളാകണമോ? അള്ളാഹുലേക്കും റസൂലിലേക്കും ക്ഷണിക്കപ്പെട്ടാൽ അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്തിന് ഉത്തരം ചെയ്യൂ. അവർക്കാണ് യഥാർത്ഥ ജീവിതം.
അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്തിനെ കൈയൊഴിഞ്ഞവർ, അവഗണിച്ചവർ, അവർക്ക് യഥാർത്ഥത്തിൽ ജീവിതമില്ല. കൈകളിൽ പലതും ഉണ്ടാകുമെങ്കിലും, പലതും അഭിമാനമായി അതല്ലെങ്കിൽ അവകാശമായി ഉന്നയിക്കാനുണ്ടെങ്കിലും യഥാർത്ഥ ജീവിതം അവർക്ക് ആസ്വദിക്കാൻ സാധിക്കില്ല. ആരാണ് പറയുന്നത്? നമ്മെ പടച്ച നമ്മുടെ റബ്ബാണ് പറയുന്നത്. ജീവൻ നൽകുന്ന കാര്യം, ജീവിതം സമ്മാനിക്കുന്ന കാര്യം അള്ളാഹുലേക്കും റസൂലിലേക്കുള്ള ക്ഷണവും അതിനുള്ള ഉത്തരവുമാണ്. സഹോദരങ്ങളെ, സന്മാർഗമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഇഹലോകത്തും പരലോകത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല മാർഗത്തിലൂടെ നമ്മെ നയിക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഹിദായത്താണ് നമ്മൾ മോഹിക്കുന്നത്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ പിൻപറ്റണം. അല്ലാഹു പറഞ്ഞു, വത്തബിഊഹു ലഅല്ലക്കും തഹ്തദൂൻ. അല്ലാഹുവിന്റെ റസൂലിനെ നിങ്ങൾ പിൻപറ്റുക, നിങ്ങൾ നേർമാർഗത്തിലാകും. വഇൻ തുതീഊഹു തഹ്തദൂ. നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിനെ പിൻപറ്റുകയാണെങ്കിൽ, അനുസരിക്കുകയാണെങ്കിൽ നിങ്ങൾ നേർമാർഗത്തിൽ പ്രാപിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ എത്രത്തോളം നമ്മൾ മുറുകെ പിടിക്കുന്നോ, അനുസരിക്കുന്നോ, അവിടെയാണ് നേരായ മാർഗം. അതാണ് സത്യം, അതും മാത്രമാണ് ശരി. അതിനപ്പുറത്ത് നടക്കുന്നവർ, അതിനെതിരെ പുറംതിരിയുന്നവർ, അവരാകുന്നു ബഹുഭൂരിപക്ഷമെങ്കിലും. ലോകത്തുള്ള മുഴുവൻ ആളുകളും അതിനെതിരാണെങ്കിലും നീ അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്തിലാണോ, അൽഹംദുലില്ലാഹ്, നിനക്ക് ആശ്വസിക്കാം, നീ സന്മാർഗത്തിലാണ്. റസൂലുള്ളാഹിയുടെ സുന്നത്തിനെതിരെ നടക്കുന്നവരുടെ ആധിക്യം നിന്നെ വഞ്ചിച്ചു കളയരുത്. അവരുടെ മാർഗം നേർമാർഗമല്ല. ഈ പാഠം നീ കുറിച്ചു വെക്കുക. വഇൻ തുതീഊഹു തഹ്തദൂ. അപ്പോൾ സന്മാർഗവും വിജയവും ആഗ്രഹിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിന് മുറുകെ പിടിക്കുക. മൂന്നാമത്തെ കാര്യം, സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജീവിതത്തിൽ വ്യത്യസ്ത മേഖലകളിൽ, വേഷവിധാനങ്ങളിൽ, രൂപഭാവങ്ങളിൽ, സംസ്കാരങ്ങളിൽ, ആചാരങ്ങളിൽ, അനുഷ്ഠാനങ്ങളിൽ പിൻപറ്റാൻ, അനുവർത്തിക്കാൻ നമുക്ക് തടസ്സമെന്താണ്? ആളുകളുടെ ഇഷ്ടം നഷ്ടപ്പെടുമെന്നതാണ്. കുടുംബം കളിയാക്കും, ബഹിഷ്കരിക്കും. നാട്ടുകാരും വീട്ടുകാരും കൂട്ടക്കാരുമെല്ലാം എന്നെ ഒറ്റപ്പെടുത്തും. സമൂഹത്തിന്റെ ആക്ഷേപം കേൾക്കേണ്ടി വരും. കാലഘട്ടത്തിനെതിരായ പ്രാകൃതരെന്ന് വിളിപ്പേര് ചിലപ്പോൾ സാക്ഷി നൽകും. തീവ്രവാദി എന്ന് ചാപ്പകുത്തും. ഇങ്ങനെ പല പേടികൾ നമുക്കുണ്ടാകും. ആളുകളുടെ സ്നേഹവും കാരുണ്യവും കിട്ടാൻ വേണ്ടി ദീനിനെയും സുന്നത്തിനെയും നമ്മൾ കാറ്റിൽ പറത്തും. പക്ഷേ അള്ളാഹുവിന്റെ കാവൽ നീ ആഗ്രഹിക്കുന്നു, അള്ളാഹുവിന്റെ കാരുണ്യം നീ ആഗ്രഹിക്കുന്നുവോ? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇഷ്ടം ജനങ്ങളുടെ ഇഷ്ടത്തെക്കാൾ നീ ആഗ്രഹിക്കുന്നു, അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്തിനെ പിൻപറ്റുവിൻ. അല്ലാഹു പറഞ്ഞു, അത്തിഉല്ലാഹ വറസൂല ലഅല്ലക്കും തുർഹമൂൻ. അല്ലാഹുവിനെയും റസൂലിനെയും നിങ്ങൾ അനുസരിക്കുവിൻ, നിങ്ങൾക്ക് കാരുണ്യം ലഭിക്കും, അല്ലാഹുവിന്റെ കാരുണ്യം ലഭിക്കും. ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി. നിങ്ങൾ അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ, നിങ്ങൾ ശരിയായ മുസ്ലിമാണെങ്കിൽ പറയുക നബിയെ, ഫത്തബിഊനി, എന്നെ അവരോട് പിൻപറ്റാൻ വേണ്ടി പറയൂ, എന്നെ നിങ്ങൾ പിൻപറ്റൂ. യുഹ്ബിബുകുമുല്ലാഹ്, എങ്കിൽ അല്ലാഹു നമ്മെ ഇഷ്ടപ്പെടുമെന്നാണ് അല്ലാഹു പറയുന്നു. അല്ലാഹു നമ്മെ ഇഷ്ടപ്പെടും അല്ലാഹുവിന്റെ റസൂലിനെ പിൻപറ്റിയാൽ. വയഗ്ഫിർ ലക്കും ദുനൂബക്കും, നമ്മുടെ തിന്മകൾ അല്ലാഹു പുറത്തു നൽകും. ജനങ്ങൾ നമ്മളെ വെറുത്താലും, ജനങ്ങൾ നമ്മളെ വെറുത്താലും, ജനങ്ങൾ അവരുടെ കാരുണ്യത്തിൽ നിന്ന് നമ്മളെ അകറ്റിയാലും, ജനങ്ങൾ നമുക്ക് മാപ്പ് നൽകിയില്ലെങ്കിലും അല്ലാഹുവിന്റെ മാപ്പ് ആഗ്രഹിക്കുന്നു, അല്ലാഹുവിന്റെ പൊരുത്തം ആഗ്രഹിക്കുന്നു, അല്ലാഹുവിന്റെ കാരുണ്യം ആഗ്രഹിക്കുന്നു. അല്ലാഹുവിന്റെ റസൂലിനെ അനുസരിക്കുക. സഹോദരങ്ങളെ, അതിനുമപ്പുറത്ത് അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്തിനെ, അല്ലാഹുവിന്റെ ദീനിനെ കൈയൊഴിയാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത് ഈ നൈമിഷികമായ നശിച്ചൊടുങ്ങുന്ന ചത്ത് ചീഞ്ഞു നാറിയ ഒരു മൃഗത്തിന്റെ ദുർഗന്ധം വമിക്കുന്ന ശരീരത്തോട് അല്ലാഹു ഉപമിച്ച ഒരു കൊതുകിന്റെ ചിറകിനോളം പോലും കണമില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലയിരുത്തിയ സമുദ്രത്തിലെ വറ്റാത്ത പാരാവാരം പോലെയുള്ള ജലസമാഹാരത്തിലെ ഒരു തുള്ളി വെള്ളം മാത്രമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപമിച്ച ഒരു പുതുമഴയത്ത് മുളച്ചു പൊന്തിയ കേവലം പച്ചപ്പും മാത്രമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലയിരുത്തിയ ദുനിയാവിലെ നൈമിഷികമായ നശ്വരമായ സുഖങ്ങൾക്കും നേട്ടങ്ങൾക്കും ജോലിക്കും സമ്പാദ്യത്തിനും അധികാരത്തിനും വേണ്ടിയാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്തിനെയും ദീനിനെയും നമ്മൾ കൈയൊഴിക്കുന്നതെങ്കിൽ, ഒരിക്കലും നിലക്കാത്ത, മരിക്കാത്ത സുഖങ്ങൾ മാത്രം ആഗ്രഹിക്കുന്നത് മാത്രം, മോഹിക്കുന്നത് മാത്രം, മരിക്കാതെ ലഭിക്കുന്ന സ്വർഗം അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്തിനെ നെഞ്ചേറ്റുന്നവർക്കാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുല്ലു ഉമ്മത്തി യദ്ഖുലൂനൽ ജന്ന, എന്റെ സമൂഹത്തിൽ എല്ലാവരും സ്വർഗത്തിൽ പ്രവേശിക്കും, ഇല്ലാ മൻ അബാ, വിസമ്മതിച്ചവരൊഴികെ. സ്വഹാബത്ത് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ,
ആരാണ് ഈ വിസമ്മതിച്ചവർ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അതാഅനി ദഖല ജന്ന, എന്നെ അനുസരിച്ചവരാണ് സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുന്നവർ. വമൻ അസാനി ഫഖദ് അബാ, എന്നെ ധിക്കരിച്ചവർ, എന്റെ സുന്നത്തിനെ കൈയൊഴിഞ്ഞവർ, അവരാണ് വിസമ്മതിച്ചവർ, അവരാണ് സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാത്തവർ. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ സമ്പൂർണ്ണമായി അനുസരിക്കുന്ന, ബുദ്ധി കൊണ്ടോ യുക്തി കൊണ്ടോ കാലഘട്ടത്തിന്റെ ഒഴുക്കുകൊണ്ടോ അതിനോട് വിസമ്മതവും പുറംതിരിയലും അഹങ്കാരവും നടിക്കാത്ത യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ, മുസ്ലിമീങ്ങളിൽ നമ്മൾ ഉൾപ്പെടുക. അല്ലാഹു ഇതിനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസാഇരിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് മിൻ കുല്ലി ദംബിൻ ഫസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وأصحابه الفائزين برضا الله. أما بعد فاتقوا الله عباد الله أوصيكم إياي ثانيا بتقوى الله. സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ ഒരാൾ കൈയൊഴിഞ്ഞാൽ, സുന്നത്ത് എന്ന് നമ്മളിവിടെ ഉദ്ദേശിച്ചത് കേവലം ഐച്ഛികമായ, ചെയ്താൽ കൂലി ലഭിക്കുന്ന, ഉപേക്ഷിച്ചാൽ ശിക്ഷയില്ലാത്ത ഐച്ഛികമായ നന്മകൾ എന്ന അർത്ഥത്തിലല്ല, വ്യാപകാർത്ഥത്തിൽ വാജിബെന്നോ ഐച്ഛികമെന്നോ വേർതിരിക്കാതെ, വ്യവച്ഛേദിക്കാതെ അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് കാണിച്ചു തന്നതാണോ, അവിടുന്ന് പറഞ്ഞതാണോ, അവിടുന്ന് ചെയ്തതാണോ, അവിടുന്ന് അനുവാദം നൽകിയതാണോ, അവിടുത്തെ ജീവിതം, അവിടുത്തെ ചര്യ അത് സമ്പൂർണമായി ജീവിതത്തിൽ പകർത്തുക എന്നതാണ് സുന്നത്തിനെ പിൻപറ്റുക എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനോട് വിമുഖത കാണിക്കുന്നവർ, അവർക്കുള്ള ശിക്ഷ എന്താണ്? അവർക്ക് ലഭിക്കുന്ന ദുര്യോഗം എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല ഗൗരവത്തിൽ പറയുന്നു. സൂറത്തുൻ നൂറിലെ 63-ാമത്തെ ആയത്ത്, ഫൽയഹ്ദരിൽ ലദീന യുഖാലിഫൂന അൻ അംരി അൻ തുസീബഹും ഫിത്ന ഔ യുസീബഹും അദാബുൻ അലീം. അല്ലാഹുവിന്റെ റസൂലിന്റെ കൽപ്പനകളോട് എതിരിടുന്നവർ, ബോധപൂർവം അതിനെ എതിർത്ത് നിൽക്കുന്നവർ, അതിനെ ജീവിതമാർഗമായി സ്വീകരിക്കാത്തവർ, ധിക്കാരപൂർവം അതിനെ അവഗണിക്കുന്നവർ, പുറംതിരിയുന്നവർ, അവർ ഭയപ്പെട്ടുകൊള്ളട്ടെ, അവർ പേടിച്ചുകൊള്ളട്ടെ. അൻ തുസീബഹും ഫിത്ന, അവർക്ക് ഈ ഇഹലോകത്ത് പരീക്ഷണങ്ങളും വിപത്തുകളും ദുരന്തങ്ങളും മഹാമാരികളും അള്ളാഹുവിന്റെ ശിക്ഷയും, അതല്ല ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന ശിർക്കും കുഫ്റും ആത്മീയവും ഭൗതികവുമായ അധപ്പതനവും അവർ ഭയന്നുകൊള്ളട്ടെ. അള്ളാഹുവിന്റെ താക്കീതാണ്, നമ്മെ പഠിച്ച നമ്മുടെ റബ്ബിന്റെ ഓർമ്മപ്പെടുത്തലാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്തിനോട്, അവിടുത്തെ മാർഗത്തോട് ബോധപൂർവം എതിരിട്ട് നിന്നാൽ അള്ളാഹുവിന്റെ ശിക്ഷ ഭൂമിയിലേക്ക് ഇറങ്ങുന്നത്, ദുരന്തങ്ങളായി നമ്മൾ പിടികൂടുന്നത്, ഇസ്ലാമിന്റെ പടിക്ക് നമ്മൾ പുറത്തു പോകുന്നത് ഭയന്നുകൊള്ളാൻ അള്ളാഹുവിന്റെ താക്കീത്. ഔ യുസീബഹും അദാബുൻ അലീം, അതല്ലെങ്കിൽ വേദനയേറിയ ശിക്ഷ പരലോകത്ത് അവർ അനുഭവിക്കുക തന്നെ ചെയ്യും. പരലോകത്തും വേദനയേറിയ കത്തിജ്വലിക്കുന്ന നരകത്തിന്റെ ശിക്ഷ അവർ അനുഭവിക്കേണ്ടി വരും. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹു പറഞ്ഞു സൂറത്തുൻ നിസായിലെ മറ്റൊരായത്തിലൂടെ, വമൻ യുശാഖിഖിർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീൻ, ആരാണോ സന്മാർഗം, സത്യം, നേര്, ശരി അല്ലാഹുവിന്റെ റസൂലിന്റെ മാർഗമാണെന്ന് മനസ്സിലാക്കിയതിനു ശേഷവും അല്ലാഹുവിന്റെ റസൂലിന്റെ മാർഗത്തോട് ബോധപൂർവം അറിഞ്ഞുമെതിരിട്ട് നിൽക്കുന്നവർ, വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീൻ, അല്ലാഹുവിന്റെ റസൂലിൽ വിശ്വസിച്ച സ്വഹാബത്തും താബിഈങ്ങളും താബിഈങ്ങളും നമ്മുടെ മുൻഗാമികളും ഇമാമിങ്ങളും അയിമ്മത്തും ഉലമാക്കളും, അവരാണ് അല്ലാഹുവിന്റെ റസൂലിൽ വിശ്വസിച്ച മുഅ്മിനീങ്ങൾ. അവരുടെ മാർഗമല്ലാത്ത അല്ലാഹുവിലും റസൂലിലും പരലോകത്തിലും സ്വർഗ്ഗനരകങ്ങളിലും വിശ്വസിച്ച, ദീനിൽ വിശ്വസിച്ച മുഅ്മിനീങ്ങളുടേതല്ലാത്ത മാർഗം ആരാണോ പിൻപറ്റുന്നത്, നുവല്ലിഹി മാ തവല്ല, അവർ തിരിഞ്ഞിടത്തേക്ക് അല്ലാഹു തിരിച്ചു കളയും. അല്ലാഹു പറയുന്നു വനുസ്ലിഹി ജഹന്നം, കുറച്ച് കഴിയട്ടെ, കുറച്ചൊക്കെ കഴിഞ്ഞിട്ട് നന്നാകാം, ഇപ്പൊ തന്നെ അങ്ങനെ വലിയ മുത്തത്തിയും ദീനൊന്നും ആകണ്ട എന്നാണ് നമ്മുടെ വ്യാമോഹമെങ്കിൽ അല്ലാഹു പറയുന്നു തിരിഞ്ഞിടത്തേക്ക് അല്ലാഹു തിരിച്ചു കളയും. വനുസ്ലിഹി ജഹന്നം, നരകത്തിട്ട് അവരെ കരിച്ചു കളയും. വസാഅത് മസീറ, ആ നരകം എത്ര മോശമായ സങ്കേതവും മടക്കസ്ഥാനവുമാണ്. ഈ നരകത്തെ നമ്മൾ പേടിക്കുന്നില്ലേ സഹോദരങ്ങളെ?
സ്വർഗം നമ്മൾ മോഹിക്കുന്നില്ലേ സഹോദരങ്ങളെ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ സമ്പൂർണ്ണമായി കഴിവിന്റെ പരമാവധി സാധിക്കുമ്പോഴും നെഞ്ചേറ്റുക. അതിൽ മാത്രമാണ് നന്മയുള്ളത്, അതിൽ മാത്രമാണ് വിജയമുള്ളത്, അതിൽ മാത്രമാണ് അന്തസ്സുള്ളത്, അത് മാത്രമാണ് യഥാർത്ഥ ജീവിതം. അതാണ് സൗഭാഗ്യത്തിന്റെ സൂത്രവാക്യം, അതാണ് ഇഹവും പരവും വിജയിക്കുന്നവരുടെ ഏറ്റവും സുപ്രധാനമായ ലക്ഷണം, അടയാളം. അത്തരക്കാരിൽ ഉൾപ്പെടാൻ അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. وصلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين.